അങ്ങനെ പുഴയിലെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അഞ്ജിതയുടെ വീട്ടിലോട്ടാണ്ടോ പോണേ. ഓണ വഴിക്കാണെങ്കിൽ അഞ്ജിതയുടെ സ്കൂട്ടിയിൽ പെട്രോളും തീർന്നിട്ടോ. അങ്ങനെ പെട്രോളും അടിച്ച് അഞ്ജിതയുടെ വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ റൂമിൽ ഒരാളെ കാണുന്നത്. കാണാനാണെങ്കിൽ നല്ല ക്യൂട്ടാണ് കേട്ടോ. എടുക്കാനായിട്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും. അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കുറച്ചു നേരം ഹാംസ്റ്ററിനെയും കളിപ്പിച്ച് അവിടെ ഇരുന്നേ. നന്ദനയ്ക്കാണെങ്കിൽ അതിനെ എടുക്കാനും തൊടാനൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിലാണെങ്കിൽ ഒരുത്തന്റെ കഴിവുകൾ പുറത്തെടുപ്പിക്കുകയായിരുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പുറത്തോട്ട് പോയി. വീട്ടിൽ ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുമെങ്കിലും മഴ നനഞ്ഞ് സ്കൂട്ടി എടുത്ത് കുന്നുംപുറത്ത് പോയാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോണേ. ചായ കുടിക്കാൻ കുറെ കടകൾ നിർത്തിയെങ്കിലും മിക്ക കടകൾ ഹർത്താലാരും തുറന്നിട്ടുണ്ടായില്ലേ. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ നല്ലൊരു ചായ കട കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞൂടെ, സ്നാക്സ് ഒന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ലേ. ഗൗതം ഒരു ചായ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായേ. അഞ്ചിതേ നന്ദനാണെങ്കിൽ ചായ ഒന്നും പറഞ്ഞില്ലേ, പകരം സ്നാക്സ് ആണ് കേട്ടോ കഴിച്ചത്. ഞാനാണെങ്കിൽ ഒരു ബൂസ്റ്റ് ചായ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യണ്ടായി. പിന്നെ മഴ മാറാനുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. മഴ ചെറുതായിട്ട് കുറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ നന്ദനയുടെ വീട്ടിലോട്ടാണ് പോയെ. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ലേക്കാൻറ്റി നല്ല മാംഗോ ജ്യൂസ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ച് ഇമ്പോസ്റ്റർ ഒക്കെ കളിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിൽ പോയി.